Dear students, welcome to online class of AET. Today we are dealing with module 3. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പോയിൻറ്റിങ്സ് തിയറത്തിനെ കുറിച്ച് പഠിച്ചിരുന്നു. അത് ലൈവ് ക്ലാസ് ആയിരുന്നു. ഇല്ലാത്ത ആളുകൾ അത് ശ്രദ്ധിക്കുക. പോയിൻറ്റിങ്സ് തിയറം പറയുന്നത് ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ടെങ്കിൽ ആ വോളിയത്തിൽ കൂടിയുള്ള ഫ്ലോ, നെറ്റ് ഔട്ട് ഫ്ലോ ഓഫ് പവർ ഈസ് ഈക്വൽ ടു ടൈം ഡേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് എനർജി സ്റ്റോർഡ് മൈനസ് ഒമിക് ലോസ്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ട്. ആ വോളിയം ബൗണ്ടഡ് ബൈ എ സർഫസ് ആണെങ്കിൽ ആ വോളിയത്തിൽ കൂടിയുള്ള പവർ ഫ്ലോ എന്ന് പറയുന്നത് രണ്ട് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് ടൈം റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് എനർജി സ്റ്റോർഡ് മൈനസ് രണ്ടാമത്തത് ഒമിക് ലോസ്. ഓക്കെ, അപ്പം അതിനകത്തുള്ള വരുന്ന ഒരു പുതിയ ടേമാണ് പോയിൻറ്റിംഗ് വെക്റ്റർ പി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച്. അപ്പോൾ പ്രോബ്ലത്തിൽ പോയിൻറ്റിംഗ് വെക്റ്റർ പി കാണാൻ പറഞ്ഞാൽ ഇ ക്രോസ് എച്ച് കാണണം. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാലും ഒന്നും കൂടെ ഞാൻ ഓവർവ്യൂ പറയാം. ഡെൽ ക്രോസ് എച്ച് ആദ്യം കാണുക. അത് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്നുണ്ട്. ജെ പ്ലസ് ഡി ഡോട്ട് എന്നുണ്ട്. ഇനി അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് ഇ എടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് എന്താണ്, ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ മൈനസ് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്ന് വരും. അതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് എന്ന് വന്നു. ഇനി അതിനകത്തോട്ട് വീണ്ടും ഇക്വേഷൻ ഞാൻ മോഡിഫൈ ചെയ്യുമ്പം എനിക്ക് വേണ്ടുന്നത് എൻ്റെ ആദ്യത്തെ എന്താണ്, ഡെൽ ക്രോസ് എച്ച് ഡോട്ട് ഇ എന്ന് പറയുന്ന ടേം എടുക്കുമ്പം ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ജെ പ്ലസ് ഇ ഡോട്ട് ഡി ഡോട്ട് എന്ന് വരും. ഓക്കെ, ഇനിയും അതിനകത്ത് പിന്നെ ഡെൽ ക്രോസ് ഇക്ക് പകരം മൈനസ് ഡോ ബി ബൈ ഡോ ടി കൊടുത്തു. പിന്നെ അങ്ങനെയാണെങ്കിൽ മൈനസ് ഡോ ബി ബൈ ഡോ ടിക്ക് പകരം മൈനസ് ബി എഴുതിയിട്ട് അപ്പോൺ ഡോട്ട് പറഞ്ഞു. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ബി ഡോട്ട് എന്ന് പറഞ്ഞു. അത് വീണ്ടും ഇക്വേഷനിൽ കൊടുത്തു. ഇക്വേഷനകത്ത് ഡി ഈസ് ഈക്വൽ ടു അപ്സിലോൺ ഇയും ബി അപ്പോൺ ഡോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് അപ്പോൺ ഡോട്ടും കൊടുത്തു. എച്ച് അപ്പോൺ ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ചിൻ്റെ മുകളിലൊരു ഡോട്ടെന്ന് കൊടുത്തു. അത് എച്ചിൻ്റെ മുകളിലുള്ള ഡോട്ട് കാണിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് എച്ച് ആണ്, ഡോ എച്ച് ബൈ ഡോ ടി ആണ്. ഇനി ബി അപ്പോൺ ഡോട്ട് എന്ന് പറയുമ്പം ഡോ ബി ബൈ ഡോ ടി ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷനെ ഞാൻ എന്താണ് മോഡിഫൈ ചെയ്യുമ്പം എൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നു, മൈനസ് എച്ച് ഇൻറ്റു അപ്പോൺ ബ്രാക്കറ്റിൽ മ്യൂ എച്ച് ഡോട്ട് മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ജെ പ്ലസ് അപ്സിലോൺ ഇ, ഡിക്ക് പകരമാണ് അപ്സിലോൺ ഇ അപ്പോൺ ഡോട്ട് ഡോട്ട് ഇ എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനകത്തുനിന്ന് മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് ഡോട്ട് പ്ലസ് ഇ ഡോട്ട് ജെ പ്ലസ് അപ്സിലോൺ ഇ ഡോട്ട് ഇ അപ്പോൺ ഡോട്ട് എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ഇനി ഡോ എച്ച് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എച്ച് ഡോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ ഇ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഇ അപ്പോൺ ഡോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടിക്ക് പകരം 2h ഡോട്ട് എച്ച് അപ്പോൺ ഡോട്ടും ഡോ ഇ സ്ക്വയർ ബൈ ഡോ ടിക്ക് പകരം 2e ഡോട്ട് ഇ അപ്പോൺ ഡോട്ടും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എച്ച് ഡോട്ട് എച്ച് അപ്പോൺ ഡോട്ടിന് പകരം 1/2 ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി എന്നും ഇ ഡോട്ട് ഇ അപ്പോൺ ഡോട്ടിന് പകരം 1/2 ഡോ ഇ സ്ക്വയർ ബൈ ഡോ ടി എന്നും പറഞ്ഞു. ഇത് ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്, ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ജെ പ്ലസ് 1/2 കോമൺ ആയിട്ട് വരുന്നു 1/2 മ്യൂ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ടി സ്ക്വയർ പ്ലസ് 1/2 അബ്സല്യൂട്ട് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ ഇ ടി. സ്ക്വയർ ഇല്ല കേട്ടോ, ഡോ ടി മാത്രമേ ഉള്ളൂ, സ്ക്വയർ ഇല്ല. നോട്ടിനകത്തും സ്ക്വയർ എഴുതിയിട്ട് ഞാനത് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഡിനോമിനേറ്ററിൽ ഡോ ടി മാത്രമേ ഉള്ളൂ. ഇനി അതിനകത്ത് കോമൺ ആയിട്ട് ഡോ ബൈ ഡോ ടി പുറത്തെടുത്തു, 1/2 അകത്ത് കൊടുത്തു. അപ്പോൾ എങ്ങനെ വരും, മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ജെ പ്ലസ് ഡോ ബൈ ഡോ ടി ഇൻറ്റു 1/2 മ്യൂ എച്ച് സ്ക്വയർ പ്ലസ് 1/2 അബ്സല്യൂട്ട് ഇ സ്ക്വയർ എന്ന് വന്നു. ഇതിനെ ഞാൻ ത്രൂ ഔട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വോളിയം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം വോളിയം ഇൻ്റഗ്രലിൻ്റെ സൈനും ഡോ വി ഡാഷും കൊടുക്കണം. ഡോ വി എന്നോ ഡോ വി ഡാഷ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം വോളിയത്തിന്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗോസ് ലോ അപ്ലൈ ചെയ്യുന്നു. ഗോസ് ലോ എന്താ പറയുന്നത്, വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഡി വി ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ച് ഡി എസ് എന്ന് വന്നു. ഇനി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ച് ഡി എസിന് പകരം പി ഡോട്ട് ഡി എസ് എന്ന് കൊടുത്തു. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഇ ഡോട്ട് ജെ ഡി വി ഡാഷ്, അല്ലെങ്കിൽ അത് ഡി വി എന്ന് കൊടുക്കാം, ചില ടെക്സ്റ്റിനകത്ത് ഡി വി ആണ്, പ്ലസ് ഡോ ബൈ ഡോ ടി ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ 1/2 മ്യൂ എച്ച് സ്ക്വയർ പ്ലസ് 1/2 അബ്സല്യൂട്ട് ഇ സ്ക്വയർ എന്നാണ്.
ഓക്കെ, ഇതാണ് നിങ്ങളുടെ എന്താണ് പോയിൻറ്റിങ്സ് തിയറം. അപ്പം പി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച്, അതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ട ടേം. ആ പി ആണ് പോയിൻറ്റിംഗ് വെക്റ്റർ. ഈ ഇക്വേഷൻ പഠിക്കുക. ഇനി കോംപ്ലക്സ് പോയിൻറ്റിംഗ് തിയറം എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു പോർഷൻ പറയുന്നുണ്ട്. അവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇക്ക് പകരം ഞാൻ കൊടുക്കുന്ന ടേം E0 e റേസ് ടു മൈനസ് ആൽഫ ഇസഡ് കോസ് ഒമേഗ ടി മൈനസ് ബി ഇസഡ്. എച്ചിന് പകരം എന്താണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്ന ഒരു വേവിൻ്റെ എച്ച് കാണാൻ വേണ്ടി ഇ ഡിവൈഡഡ് ബൈ ഇൻട്രിൻസിക് ഇംപിഡൻസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം എച്ച് ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ ഇൻട്രിൻസിക് ഇംപിഡൻസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. അപ്പം നമുക്ക് പി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡും ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡും ഉണ്ട്. അതുകൊണ്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് 2 ആൽഫ ഇസഡ് വരും. E0 ഉണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ E0 സ്ക്വയർ വരും. താഴെ എന്താണ് നിങ്ങളുടെ ഇൻട്രിൻസിക് ഇംപിഡൻസ്. അപ്പം ബ്രാക്കറ്റിനകത്ത് വരുന്ന ടേം കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് മൈനസ് തീറ്റ എൻ. ഇനി ഇത് കോസ് 1/2 കോസ് എ മൈനസ് ബി പ്ലസ് എ കോസ് എ പ്ലസ് ബി എന്ന് പറയുന്ന രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡും ബി ഈസ് ഈക്വൽ ടു ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് മൈനസ് തീറ്റ എന്നുമാണ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് തീറ്റ എൻ വരും. എ പ്ലസ് ബി എന്ന് പറയുന്നത് 2 ഒമേഗ ടി മൈനസ് 2 ബീറ്റ ഇസഡ് മൈനസ് തീറ്റ എൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പി ഈസ് ഈക്വൽ ടു E0 സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2 ഗാമ ഇസഡ് ഡിവൈഡഡ് ബൈ 2 ഇൻട്രിൻസിക് ഇംപിഡൻസ് ഇൻറ്റു ഇൻ ബ്രാക്കറ്റ് cos theta n plus cos 2 omega t minus 2 beta z minus theta n. Therefore the average power എന്ന് പറയുന്നത് 1/2 into real part of E cross H. അപ്പം റിയൽ പാർട്ട് എന്ന് പറയുമ്പം അതിനകത്തുനിന്ന് നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ഒമേഗ ടി ഉള്ള ടേമിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ കോസ് 2 ഒമേഗ ടി മൈനസ് 2 ബീറ്റ എൻ മൈനസ് തീറ്റ എൻ എന്ന് പറയുന്ന ടേമിനെ എലിമിനേറ്റ് ചെയ്യണം. കാരണം റിയൽ പാർട്ട് മതി. ഒമേഗ വരുമ്പോൾ 2πf വരും, അത് ഇമാജിനറി പോകും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ടേംസ്, അപ്പം ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാണ്? E0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻട്രിൻസിക് ഇംപിഡൻസ് ഈറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ഗാമ ഇസഡ് കോസ് തീറ്റ എൻ. ഇത്രയും പഠിക്കുക. ഇതിൻ്റെ ആവറേജ് കാണാൻ വേണ്ടി, മീൻസ് ടോട്ടൽ ആവറേജ് പവർ കാണാൻ വേണ്ടി ഈ ഇക്വേഷൻ്റെ എന്താണ് ഇൻ്റഗ്രൽ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ഈ പ്രോബ്ലത്തിൽ കൂടെ പോയി നോക്കുക, മീൻസ് നോക്കി പോവുക. പ്രത്യേകിച്ച് പാടൊന്നുമില്ല, കാരണം ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ബീറ്റയുടെ വാല്യൂ 0.8 കിട്ടും, ഒമേഗയുടെ വാല്യൂ 2π × 10⁻⁷ കിട്ടും. ഇതൊരു നോൺ മാഗ്നറ്റിക് മീഡിയം എന്ന് പറഞ്ഞതുകൊണ്ട് മ്യൂവിൻ്റെ വാല്യൂ μ0യും അപ്സിലൂണിൻ്റെ വാല്യൂ ε0 ε r അപ്പോൾ ബീറ്റയുടെ വാല്യൂ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലൂൺ. ഇവിടുത്തെ കേസിൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് μ0 ε0 ε r. ഇനി റൂട്ട് ഓഫ് μ0 ε0 എന്ന് പറയുന്നത് 1/c ആണ്. അത് മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ബീറ്റയുടെ വാല്യൂ ഒമേഗ/c ഇൻറ്റു റൂട്ട് ε r എന്ന് വരും. ഇനി ബീറ്റ സി ഡിവൈഡഡ് ബൈ ഒമേഗ ആണെങ്കിൽ റൂട്ട് ε r ആണ്. അപ്പോൾ ε r വാല്യൂ എന്താണ് 14.59 വരും. ഇനി ഇൻട്രിൻസിക് ഇംപിഡൻസ് ഈറ്റയുടെ വാല്യൂ റൂട്ട് ഓഫ് മ്യൂ ഡിവൈഡഡ് ബൈ എപ്സിലൂൺ. ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ μ0, എപ്സിലൂണിൻ്റെ വാല്യൂ ε0 r ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ ε0 എന്താണ് 120π എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 120π ഡിവൈഡഡ് ബൈ റൂട്ട് ε r അത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10π² കിട്ടും. ഇനി പി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് ആണ്. ഇയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എച്ചിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി അതിനെ എഫിഷ്യൻസി വെച്ച് ഡിവൈഡ് ചെയ്യുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് റിയൽ പാർട്ടിനെ മാത്രം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 ഇൻറ്റു 4² ഡിവൈഡഡ് ബൈ ഈറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 4² ഡിവൈഡഡ് ബൈ 10π². ഇനിയും ഒരു കൺഫ്യൂഷൻ വരുന്ന മൂന്നാമത്തെ പാർട്ടിലാണ്. മൂന്നാമത്തെ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ പവർ ക്രോസിംഗ് 100 cm². അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട് 100 cm². പ്ലെയിൻ എന്ന് പറയുന്നത് 2x + y ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടോട്ടൽ പവർ എന്ന് പറയുന്നത് ആവറേജ് എടുക്കണം. ആവറേജ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്? 1/2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇ ക്രോസ് എച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റിംഗ് വെക്റ്റർ കിട്ടി, അതായത് ET1 ആണ്. അപ്പോൾ ഈ പോയിൻറ്റിംഗ് വെക്റ്റർ എന്താ പറയുന്നത്? പവർ പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ഏരിയ എത്ര അതൊന്നും തന്നിട്ടുള്ളത് 100 ആണ്. അതിനെ നമുക്ക് എന്താണ് 100 cm² ആണ്. അതിനെ മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി ഇൻറ്റു 10⁻⁻⁴ ചെയ്യുക. അപ്പോൾ 81 ഇൻറ്റു 10⁻⁻3 -3 വരാൻ കാരണം മില്ലി വെബർ ആണ്. അതിനെ വെബറിലോട്ട് മാറ്റാൻ വേണ്ടി ഇൻറ്റു 10⁻⁻3 ഇൻറ്റു
100 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 2ax+ay. ആ 2ax+ay കിട്ടിയത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 2x+y എന്നുണ്ട്. ആ 2x ax ഡയറക്ഷനിലും 1y ay ഡയറക്ഷനിലും ആയതുകൊണ്ട് 2ax+ay ഡിവൈഡഡ് ബൈ √2² + 1. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 724.5 മൈക്രോ വാട്ട്സ് എന്നാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഇനി പുതിയതായിട്ട് പറയാൻ പോകുന്നത് പോളറൈസേഷൻ ഓഫ് യൂണിഫോം വേവ്. ഒരു യൂണിഫോം വേവിൻ്റെ പോളറൈസേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ യൂണിഫോം പ്ലെയിൻ വേവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻറ്റൻസിറ്റിക്ക് വലിയ വ്യത്യാസം വരുന്നില്ല മുമ്പോട്ട് പോകുമ്പോൾ, അല്ലേ? പക്ഷേ ഒരു പോളറൈസേഷൻ ഓഫ് യൂണിഫോം വേവ് എന്ന് പറയുമ്പം ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബിഹേവിയർ വേവ് മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം സപ്പോസ് ഒരു വേവ് ഇസഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ആയിരിക്കും. ഓക്കെ, അപ്പം ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആ വേവ് മുമ്പോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതനുസരിച്ച് ചില മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ടൈം വേരിങ് ബിഹേവിയർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സമയമനുസരിച്ചുള്ള മാറ്റത്തിനെക്കുറിച്ച് പറയുന്ന ടേമാണ് പോളറൈസേഷൻ. അപ്പം പോളറൈസേഷൻ ഓഫ് എ യൂണിഫോം വേവ് ഈസ് ദ ടൈം വേരിങ് ബിഹേവിയർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്റ്റർ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ആണ്. അത് വെക്റ്ററാണ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് മേളിൽ വര കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സബ്ജക്റ്റിനകത്ത് ത്രൂ ഔട്ട് പല ആൽഫബറ്റ്സിൻ്റെ മുകളിൽ ഓരോ വര കാണും. അതൊരു വെക്റ്ററാണ്. ദാറ്റ് മീൻസ് ദാറ്റ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഡയറക്ഷൻ. അതിനാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇ എന്ന് പറയുന്ന സാധനത്തിന് വേവ് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് സമയം സ്പേസും അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകും. ടൈം വേരിങ് ബിഹേവിയർ കാണിക്കും. അതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 ടൈപ്പ് പോളറൈസേഷനാണ് ഉള്ളത്. ഒന്ന് ലീനിയർ പോളറൈസേഷൻ, രണ്ടാമത്തത് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ, മൂന്നാമത്തത് സർക്കുലർ പോളറൈസേഷൻ. അതിൽ ആദ്യത്തേതാണ് ലീനിയർ പോളറൈസേഷൻ. ലീനിയർ പോളറൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേവിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന് ഒരു എക്സ് കമ്പോണൻറ്റ് മാത്രമേ കാണൂ, അല്ലെങ്കിൽ ഒരു വൈ കമ്പോണൻറ്റ് മാത്രമേ കാണൂ. അങ്ങനെ വരുമ്പോഴാണ് അത് ലീനിയർലി പോളറൈസ്ഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വേവ് ഉണ്ട്. ആ വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിന് എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ആ വേവ് ഈസ് സെഡ് ടു ബി ലീനിയർലി പോളറൈസ്ഡ് ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് വൈ ഡയറക്ഷനിൽ മാത്രമേ കമ്പോണൻ്റ് ഉള്ളൂ, എക്സ് ഡയറക്ഷനിൽ ഒന്നുമില്ല, പൂജ്യമാണെങ്കിൽ ആ വേവിനെ നമ്മൾ എന്ത് പറയും? വേവ് ഈസ് സെഡ് ടു ബി ലീനിയർലി പോളറൈസ്ഡ് ഇൻ വൈ ഡയറക്ഷൻ. എ വേവ് ഈസ് സെഡ് ടു ബി ലീനിയർലി പോളറൈസ്ഡ് ഇൻ വൈ ഡയറക്ഷൻ. നോക്കിക്കുക, അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിട്ടുള്ളത്. ആ ഫിഗറിനകത്ത് നോക്കിയാൽ അറിയാം, ഒരു ഇ എന്നും പറഞ്ഞൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അത് തീറ്റ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് എക്സ്. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റിനെ നമുക്ക് ഇ എക്സ് എന്നും പറയാം, വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റിനെ നമുക്ക് ഇ വൈ എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഇ എക്സും ഈ വൈയും തമ്മിൽ എന്തെങ്കിലും ആംഗിൾ ഉണ്ടെങ്കിൽ ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറയാം. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇ വൈ ബൈ ഇ എക്സ്. ടാൻ ഇൻവേഴ്സ് ഇ വൈ ബൈ ഇ എക്സ്. അപ്പം ആ ഇ വൈ ബൈ ഇ എക്സ് എന്ന് പറയുന്ന ടേം എക്സ് വൈ കമ്പോണൻറ്റിനെയും എക്സ് കമ്പോണൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പം ഒരു വേവിന് ബോത്ത് ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും കമ്പോണൻ്റ് ഉണ്ടെങ്കിലാണ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇ വൈ ബൈ ഇ എക്സ് എടുക്കുന്നത്. അപ്പോൾ ഇ വൈക്കും ഇ എക്സിനും ഈക്വൽ ഓർ അൺഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആവാം. ആംപ്ലിറ്റ്യൂഡ് ഈക്വലും അൺഈക്വലും ആവാം. പക്ഷേ തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. തീറ്റ എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ലീനിയർ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു പോളറൈസേഷനാണ് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. എലിപ്റ്റിക്കൽ പോളറൈസേഷൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വേവ് ഉണ്ട്. ആ വേവിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന് ഇ എക്സ് കമ്പോണൻറ്റും ഉണ്ട്, ഇ വൈ കമ്പോണൻറ്റും ഉണ്ട്. പക്ഷേ രണ്ടും സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കത്തില്ല, അതുപോലെ തന്നെ രണ്ടും സെയിം ഫേസും ആയിരിക്കത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കമ്പോണൻറ്റ് ഇ എക്സ് മാക്സിമം ആവുന്ന പോയിന്റിൽ ഇ വൈ മിനിമം ആയിരിക്കാം, അല്ലെങ്കിൽ ഇ വൈ മിനിമം മാക്സിമം ആവുന്ന പോയിന്റിൽ ഇ എക്സിൽ മിനിമം ആയിരിക്കും. അത് കാരണം ഈ വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സമയമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സമയമനുസരിച്ച് മാറുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലോക്കസ് മീൻസ് ആ വേരിയേഷൻ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫോളോസ് ആൻ എലിപ്റ്റിക്കൽ പാത്ത്.
അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറിയും തിരിഞ്ഞും വരും. ഈ മാറ്റം നമ്മളെല്ലാം നോട്ട് ചെയ്ത് അതിനെല്ലാം ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു എലിപ്സ് സ്ട്രക്ചർ ആയിരിക്കും. അതും കൊണ്ടാണ് എന്താണ് ഈ പോളറൈസേഷനെ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഇ എക്സിൻ്റെയും ഇ വൈയുടെയും ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്, ഫേസ് ഡിഫറൻസ് അതർ ദാൻ 90, അതായത് ഇ എക്സും ഇ വൈയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എക്സാക്ട്ലി 90 ആണെങ്കിൽ ആ കിട്ടുന്ന എലിപ്സിൻ്റെ, ഒരു എലിപ്സിന് മേജർ ആക്സിസും മൈനർ ആക്സിസും ഉണ്ടാവുമല്ലോ, ആ കിട്ടുന്ന എലിപ്സിൻ്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും എക്സ് ആക്സിസിനും വൈ ആക്സിസും തന്നെയായിരിക്കും. നോക്കിക്കേ, രണ്ടാമത്തെ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുമാണ്. അതേസമയം ഈ ഇ എക്സും ഇ വൈ കമ്പോണൻറ്റും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 അല്ലാതെ വേറെ ഏത് ആംഗിൾ ആണെങ്കിലും ആ ആംഗിൾ അനുസരിച്ച് ഇൻക്ലൈൻഡ് ആയിരിക്കും നമ്മുടെ എലിപ്സ്. അതാണ് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ഇൻക്ലൈൻഡ് എലിപ്സ് ആയിരിക്കും നമ്മുടെ പോളറൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ലാസ്റ്റ് ഫിഗർ, ഈ എലിപ്റ്റിക്കൽ പോളറൈസേഷനിലുള്ള ലാസ്റ്റ് 3 ഫിഗറുണ്ട്. 3 ഫിഗറും റെപ്രസെൻറ്റ് ചെയ്യുന്നത് 3 എലിപ്സിനെയാണ്. 3 എലിപ്സിൻ്റെയും മേജർ ആക്സിസും മൈനർ ആക്സിസും എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും തന്നെയാണ്. പക്ഷേ നോക്കി, ആദ്യം ഓരോന്നിൻ്റെയും എലിപ്സിൻ്റെ ഷേപ്പ് വ്യത്യാസമായിരിക്കും. ഒന്ന് ചെറുത്, ഒന്ന് വലുത്, ഒന്ന് ഇടത്തരം. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇ എക്സ് ആൻഡ് ഇ വൈ. ദാറ്റ് മീൻസ് ഈ 3 എലിപ്സും റെപ്രസെൻറ്റ് ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് ആണ്. അതായത് ഇ എക്സിൻ്റെയും ഇ വൈക്കും 3 ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷേ ഈ 3 കേസിലും ആംഗിൾ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും തന്നെ നിൽക്കുന്നത്. അതേസമയം ഫേസ് ആംഗിൾ 90 അല്ല എങ്കിൽ ഏറ്റവും മുകളിൽ വരച്ചേക്കുന്ന പോലെ ഒരു ഇൻക്ലൈൻഡ് എലിപ്സ് ആയിരിക്കും നിങ്ങളുടെ ഫിഗറായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോളറൈസേഷനാണ് സർക്കുലർ പോളറൈസേഷൻ. ഈ സർക്കുലർ പോളറൈസേഷൻ ആകുമ്പോഴത്തേക്കും ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെയും ഒരു യൂണിഫോം പ്ലെയിൻ വേവ് ആണ്. ഈ യൂണിഫോം പ്ലെയിൻ വേവിന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇ ആണ്. ഇലക്ട്രിക് ഫീൽഡിന് 2 കമ്പോണൻസ് ഉണ്ട്, ഇ എക്സും ഇ വൈയും. പക്ഷേ രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷേ ഫേസ് ഡിഫറൻസ് മസ്റ്റ് ബി എക്സാക്ട്ലി 90 ആയിരിക്കും. ഓക്കെ, ഫേസ് ഡിഫറൻസ് എക്സാക്ട്ലി 90 ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. നേരത്തെ കേസിൽ എന്തായിരുന്നു? ഫേസ് ഡിഫറൻസ് എക്സാക്ട്ലി 90 ആവണമെന്നില്ല, ആംപ്ലിറ്റ്യൂഡ് ഈക്വലുമല്ല. ഓക്കെ, ഇനി ഇവിടെ ഒരെണ്ണം ഒരു കമ്പോണൻറ്റ്, ഇപ്പോൾ ഇ എക്സ് കമ്പോണൻറ്റ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ആ സമയത്ത് ഇ വൈയുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഇ വൈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആകുമ്പം ഇ എക്സ് മിനിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഒന്ന് കൂടുന്നതനുസരിച്ച് മറ്റേത് കുറയും. അത് കാരണം എന്ത് സംഭവിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് വെക്റ്റർ വിൽ ബി സെയിം. അതായത് ഒന്നിപ്പോൾ മൈനസ് ഡയറക്ഷനിലാണ്, ഒന്ന് പ്ലസ് ഡയറക്ഷനിലാണ്. ഒന്നിൻ്റെ വാല്യൂ +10, മറ്റേതിൻ്റെ വാല്യൂ 0. അപ്പോൾ ടോട്ടൽ 10 + 0 10 തന്നെ ആയിരിക്കും. ഇനി അടുത്ത കേസ് വരുമ്പോഴത്തേക്കും ഒന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 9 ആകുമ്പോൾ മറ്റേതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ 9 + 1 എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പം ഇൻ എഫക്റ്റ് വരുന്നത് ആ വേവിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് വെക്റ്റർ ഈസ് ഫൗണ്ട് ടു ബി കോൺസ്റ്റൻറ്റ്. ഇനി ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് വെക്റ്റർ ക്യാൻ ബി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് എക്സാക്ട്ലി 90 ആവണമെന്നില്ല, അത് തീറ്റയുടെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്ലെയിൻ വേവ് ഉണ്ട്, ആ പ്ലെയിൻ വേവിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന് 2 കമ്പോണൻ്റ് ഉണ്ട്, ഇ എക്സും ഇ വൈയും. രണ്ടിനും ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. പക്ഷേ ഫേസ് ഡിഫറൻസ് 90 ആണെങ്കിൽ ദെൻ ദ വേവ് ഈസ് സെഡ് ടു ബി സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പറയാം. അപ്പോൾ ഈ സർക്കുലർലി പോളറൈസേഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഏതാണ്? റൈറ്റ് പോളറൈസേഷൻ എന്നും ലെഫ്റ്റ് പോളറൈസേഷനും. അതായത് ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. നോക്കിക്കേ, ഈ ഫിഗറിനകത്ത് നോക്കിക്കേ, ആദ്യം ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ മേളിലോട്ടാണ്, പിന്നെ അത് ഷിഫ്റ്റ് ചെയ്ത് സൈഡിലോട്ടായി, അത് കഴിഞ്ഞ് പിന്നെ അത് വീണ്ടും ലെഫ്റ്റിലോട്ടാക്കി, അപ്പം റൈറ്റിലോട്ടായി. അപ്പം ഇത് വേരി ചെയ്യുന്നത് എന്താണ്? ഒരു ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ. ഈ ഫിഗറിനകത്ത് നോക്കിക്കേ, ω t = 0 ആകുമ്പം മേളിലോട്ട്, അത് കഴിഞ്ഞ് ω t = π/2 ആകുമ്പം സൈഡിലോട്ട്, ω t = 3π/2 ആകുമ്പം വീണ്ടും എന്താണ്? അത് ലെഫ്റ്റിലോട്ട്. ഇനി വേറൊരു വാല്യൂ ഉണ്ട്, ω t = π വരുമ്പോൾ നേരെ താഴോട്ടും ഉണ്ട്, അത് ഞാൻ വരച്ചില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ 4 ഫിഗർ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിങ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. ഞാനൊരു വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, E = ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 8 മാർക്കിന് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് E = EX sin ωt - βz + EY sin ωt - βz
ഡെൽറ്റ ഒരു ഫേസ് ഷിഫ്റ്റ് ആണ് ബിറ്റ്വീൻ എക്സ് കമ്പോണൻറ്റ് ആൻഡ് വൈ കമ്പോണൻറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഒരു എ എക്സ് എന്നും എ വൈ എന്നും ഈ എക്സ്പ്രഷനകത്ത് കാണും. അതായത് ഇ എക്സ് സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് ഇൻറ്റു എ എക്സ് എന്ന് കാണും. ആ ഇൻറ്റു എ എക്സ് ഞാനിവിടെ എഴുതിയിട്ടില്ല. ആ ഇൻറ്റു എ എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ ആണ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നു ഇസഡിൻ്റെ വാല്യൂ 0 ആയിട്ട് കൊടുക്കുമ്പോൾ ബീറ്റ ഇസഡ് 0 ആവും. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെ വരും? ഇ ഈസ് ഈക്വൽ ടു ഇ എക്സ് സൈൻ ഒമേഗ ടി പ്ലസ് ഇ വൈ സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഇനി ഡെൽറ്റയുടെ വാല്യൂ ഞാൻ മാറ്റി കൊടുക്കുക. അപ്പം ഇ എക്സിനും ഇ വൈക്കും എന്ത് വാല്യൂ കിട്ടും? അതാണ് നമ്മൾ പറയുന്നത്. ഇനി ഡെൽറ്റയുടെ വാല്യൂ π/2 ആകുമ്പോഴത്തേക്കും ഒമേഗ ടിയുടെ വാല്യൂ 0 ആണെന്ന് കൊടുക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇ എക്സിൻ്റെ വാല്യൂ ഒമേഗ ടി 0 ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ 0 ആണ്. അപ്പോൾ സൈൻ 0 ഇൻറ്റു ഇ എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇ എക്സിൻ്റെ വാല്യൂ 0 ആയി. ആ സമയത്ത് ഇ വൈയുടെ വാല്യൂ എന്ത്? ഒമേഗ ടി 0 ആണ്. ഡെൽറ്റയുടെ വാല്യൂ π/2 ആണ്. സൈൻ π/2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇ വൈയുടെ വാല്യൂ 1 ആയിട്ട് മാറി. അടുത്ത ഒമേഗ ടിയുടെ വാല്യൂ π/2 ആണ്. അപ്പോൾ സൈൻ π/2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇ എക്സിൻ്റെ വാല്യൂ 1 ആകും. ഇനി ഒമേഗ ടിയുടെ വാല്യൂ π/2 ആണ്. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ π/2 പ്ലസ് π/2 പൈ ആണ്. അപ്പോൾ സൈൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇ വൈ ഈസ് ഈക്വൽ ടു 0. അടുത്ത കണ്ടീഷൻ കൊടുക്കുക. ഒമേഗ ടി ഈസ് ഈക്വൽ ടു പൈ കൊടുത്തു. അപ്പോൾ സൈൻ പൈയുടെ വാല്യൂ 0 ആയി. ഇനി ആ സമയത്ത് എന്താണ്? സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് പൈ പ്ലസ് π/2 ആണ്. അപ്പം 3π/2. അപ്പോൾ സൈൻ 3π/2 ഈസ് ഈക്വൽ ടു -1. ദെർഫോർ ഇ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഇ വൈ. അതുപോലെ തന്നെ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 3π/2. റൈറ്റ്. ആ ഡയറക്ഷനിൽ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ എന്താ ഒമേഗ ടിയുടെ വാല്യൂ പൈയും π/2 3π/2 കൊടുത്തപ്പോൾ ഇ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അതാണ് നമ്മൾ ഗ്രാഫിക്കലി ഈ ഫിഗറിനകത്ത് നമ്മൾ നോട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. റൈറ്റ്. ഇനി അത് കഴിഞ്ഞ് അടുത്ത കണ്ടീഷൻ എടുക്കുകയാണ്. അടുത്ത കണ്ടീഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു -π/2 കൊടുത്തു ഇതേ ഇക്വേഷനകത്ത്. അപ്പോൾ ഒമേഗ ടി 0 ആവും, ഇ എക്സും 0 ആവും. ഇ വൈ ഈസ് ഈക്വൽ ടു നോക്കിക്കേ, ഡെൽറ്റയുടെ വാല്യൂ -π/2 ആകുമ്പോൾ ഒമേഗ ടി 0 ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടി എന്താ 0 മൈനസ് π/2 എന്ന് കൊടുത്തു. അപ്പോൾ അത് മൈനസ് ഇ വൈ. അങ്ങനെ ഇതേപോലെ തന്നെ വാല്യൂസ് ഈ ഇക്വേഷനകത്ത് കൊടുക്കുമ്പം നമുക്ക് എന്താണ്? ഇ എക്സിനും ഇ വൈക്കും ഓരോ വാല്യൂ കിട്ടും. ആ ഇ എക്സിൻ്റെയും ഇ വൈയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇ എക്സ് പ്ലസ് ഇ വൈയുടെ സ്ക്വയർ എടുത്ത് റൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ കിട്ടും. അപ്പം ഇ ഈസ് ഫൗണ്ട് ടു ബി വേരിങ് ഇൻ എന്താണ്? ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് എന്താ? ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ വേരിങ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ ഞാൻ റൊട്ടേഷൻ ഓഫ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കേട്ടോ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേരി ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. റൈറ്റ്. ഞാൻ എഴുതിയിരിക്കുന്നത് റൊട്ടേഷൻ ഓഫ് ഇ ഇൻ ക്ലോക്ക് വൈസ് എന്നാണ്. അത് നിങ്ങൾ മാറ്റി പഠിക്കുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേര് റൈറ്റ് സർക്കുലർ പോളറൈസേഷൻ എന്ന് പറയാം. അതായത് വാല്യൂ ഓഫ് ഈസ് വേരിങ് ഇൻ value of E is found to be varying in anti-clockwise direction. റൈറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആ ഡയഗ്രത്തിനകത്തും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയം. ആ ഡയഗ്രത്തിനകത്തും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണമായിരുന്നു വരയ്ക്കാൻ. നോക്കിക്കുക, അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഫിഗർ ഞാൻ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇട്ട് തരാം. തൽക്കാലം ആ ഡയഗ്രം അവിടെ നിൽക്കട്ടെ. അത് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ളത് പിന്നെ തരാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് റിഫ്ലക്ഷൻ ഓഫ് യൂണിഫോം പ്ലെയിൻ വേവ്. ഒരു യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ റിഫ്ലക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, ഞാൻ ഒരു നോൺ ഹോമോജീനിയസ് റീജിയൻ എടുത്തു. ഒരു നോൺ ഹോമോജീനിയസ് റീജിയൻ എന്ന് വെച്ചാൽ എന്താ? ഒരു റീജിയൻ വിച്ച് ഹാവിങ് മോർ ദാൻ വൺ മീഡിയം, ഒന്നിൽ കൂടുതൽ മീഡിയംസ് ഉള്ള ഒരു റീജിയന് പറയുന്ന പേരാണ് നോൺ ഹോമോജീനിയസ് മീഡിയം എന്ന് പറയും. ഓക്കെ, അപ്പം ആദ്യത്തെ മീഡിയമാണ് മീഡിയം 1. ആ മീഡിയം 1-നകത്ത് ഞാൻ എന്താണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് μ1 സിഗ്മ 1 ഇൻട്രിൻസിക് ഇമ്പിഡൻസ് 1. രണ്ടാമത്തെ മീഡിയം എടുക്കുമ്പം അതിൻ്റേത് μ2 2 സിഗ്മ 2 ആൻഡ് ഇൻട്രിൻസിക് ഇമ്പിഡൻസ് η2. ഓക്കെ, ഇങ്ങനൊരു മീഡിയമാണ്. ഇനി ഞാനൊരു കൺസിഡർ ചെയ്യുന്നു, ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പോൾ അത് മീഡിയം 1-ലോട്ട് വരുമ്പം ആ വേവ് എന്ത് ചെയ്യുന്നു? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്?
തീറ്റ ഐ വെച്ചാണ് അതിൻ്റെ ബൗണ്ടറിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ആ മീഡിയത്തിലൂടെ തന്നെ തിരിച്ചു വരുന്നു, ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് മീഡിയം 2-ലോട്ടും പോകുന്നു. അപ്പോൾ ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേവിനെ ഐ വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഇ ഐ എന്നും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ എച്ച് ഐ എന്നും പറയാം. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള വേവിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഇ ആർ എന്നും മാഗ്നറ്റിക് ഫീൽഡിനെ എച്ച് ആർ എന്നും പറയാം. അത് കഴിഞ്ഞ് മീഡിയം 2-ൽ പോയിരിക്കുന്ന ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഇ ടി എന്നും മാഗ്നറ്റിക് ഫീൽഡിനെ എച്ച് ടി എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കാണിക്കുന്ന ഫിഗറാണിത്. അതായത് വൈ ഡയറക്ഷനിൽ ഉള്ളത് നിങ്ങളുടെ സെപ്പറേഷൻ, ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ ഇസഡ് ഡയറക്ഷനിലുള്ളത് നിങ്ങളുടെ നോർമൽ. ഇനി മീഡിയം 1-ലോട്ട് ഇ ഐയും എച്ച് ഐയും വെച്ച് ഒരു വേവ് ഇൻസിഡൻറ്റ് ചെയ്യുക, അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പം അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആറും എച്ച് ആറും ആണ്. ഇനി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇ ടിയും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എച്ച് ടിയുമാണ്. ഓക്കെ, ഇനി അങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ട് രീതിയിലാണ് നമുക്ക് ഒരു വേവ് അതിൻ്റെ ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ, അതായത് രണ്ട് മീഡിയം ഉണ്ട്, മീഡിയം 1ഉം മീഡിയം 2ഉം ഉണ്ട്. അപ്പോൾ ഈ മീഡിയം 1നും മീഡിയം 2ൻ്റെയും ഇടയിൽ ഒരു ബൗണ്ടറി ഉണ്ട് ബി. ഈ ബിയിൽ ഇസഡ് ഡയറക്ഷനിലായിരിക്കും. ഈ ബിയിൽ ഈ വേവ് വന്ന് പതിക്കുന്നത് രണ്ട് രീതിയിലായിരിക്കും. ഒന്ന് നോർമലായിട്ട് നേരെ കുത്തനെ വരാം, രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ, ആ പർട്ടിക്കുലർ ആംഗിളിലാണ് ഒരു വേവ് വന്ന് ബൗണ്ടറി ഓഫ് സെപ്പറേഷനിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻസിഡൻസിനെ നമ്മൾ ഒബ്ലിക് ഇൻസിഡൻസ് എന്ന് പറയും. ഇഫ് ദ വേവ് ഈസ് കമ്മിങ് ഡയറക്ട്ലി വിത്ത് ആൻ ആംഗിൾ 90 ഡിഗ്രി ടു ദ സർഫസ് ഓഫ് സെപ്പറേഷൻ, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് നോർമൽ ഇൻസിഡൻസ്. അപ്പോൾ നമ്മൾ അതിനകത്ത് നോർമൽ ഇൻസിഡൻസിന് തന്നെ രണ്ട് കേസസ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ when the medium is separating, when a boundary is separating the medium in which the two materials are of ടു ഡൈലക്ട്രിക്, അതായത് രണ്ട് ഡിഫറെൻറ്റ് ഡൈലക്ട്രിക്കുകൾ കൂടി ചേരുന്ന ഒരു ബൗണ്ടറിയിലാണ് വേവ് വരുന്നതെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനി ഈ വേവ് വന്ന് ഇൻസിഡൻറ്റ് നോർമലി അറ്റ് എ boundary of separation which is separating two medium in which one is dielectric and other is പെർഫെക്റ്റ് കണ്ടക്ടർ. രണ്ട് കേസ് ഉണ്ട്. നോർമലായിട്ട് വേവ് വന്ന് വീഴുന്നുണ്ട്. എവിടെ വീഴുന്നുണ്ട്? ഒരു ബൗണ്ടറി. ആ ബൗണ്ടറി ആരെയൊക്കെയാണ്? രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് കണ്ടീഷൻ രണ്ടും ഡൈലക്ട്രിക് തന്നെയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ ഒന്ന് ഡൈലക്ട്രിക്കും ഒന്ന് കണ്ടക്ടറും. ഓക്കെ, ഇനി ആദ്യത്തെ കണ്ടീഷൻ എടുക്കുക. രണ്ടും ഡൈലക്ട്രിക്കാണ്. അതിൽ ആദ്യത്തെ ഡൈലക്ട്രിക്കിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ properties parameters having absolute 1 mu1 sigma 1 and eta 1. രണ്ടാമത്തെ മീഡിയത്തിന് absolute 2 mu2 അതുപോലെ തന്നെ സിഗ്മ 2 ആൻഡ് ഇൻട്രിൻസിക് ഇംപെഡൻസ് ഈറ്റ 2. ഇതാണ് രണ്ട് മീഡിയത്തിൻ്റെയും പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇനി ഇ ഐ ആണ് വരുന്ന ഇൻസിഡൻ്റ് ആവുന്ന ഇലക്ട്രിക് ഫീൽഡ്, വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. എച്ച് ഐ ആണ് ഇൻസിഡൻ്റ് ആവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇ ആർ ആണ് റിഫ്ലക്റ്റ് ചെയ്ത വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. എച്ച് ആർ ആണ് റിഫ്ലക്റ്റ് ചെയ്ത വേവിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇ ടി ആണ് രണ്ടാമത്തെ മീഡിയത്തിലോട്ട് കടന്നു പോയിട്ടുള്ള വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. എച്ച് ടി ആണ് രണ്ടാമത്തെ മീഡിയത്തിലോട്ട് കടന്നു പോകുന്ന വേവിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി ഫ്രം ദ ഫിഗർ നമുക്ക് ആ ഫിഗറിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഫസ്റ്റ് മീഡിയത്തിൽ അപ്പോൾ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്? ഇൻസിഡൻ്റ് ആയ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ മീഡിയം 1 ഈസ് ഈക്വൽ ടു E1 ഈസ് ഈക്വൽ ടു EI പ്ലസ് ER. അതുപോലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് H1 ഈസ് ഈക്വൽ ടു HI പ്ലസ് HR. ഇനി മീഡിയം 2-ലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്തുവാ? ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഇ ടിയും H2 ഈസ് ഈക്വൽ ടു എച്ച് ടിയും. ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ നോക്കുകയാണ്. ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത് എന്താ? E1 tan ഈസ് ഈക്വൽ ടു E2 tan. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. H1 tan ഈസ് ഈക്വൽ ടു H2 tan. ഇനി ഈ ബൗണ്ടറിയിൽ അതായത് ബൗണ്ടറിയിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇൻസിഡൻറ്റ് ചെയ്യുന്നതും റിഫ്ലക്റ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും. ദെയർഫോർ EI പ്ലസ് ER ഈസ് ഈക്വൽ ടു ET, അല്ലെങ്കിൽ HI പ്ലസ് HR ഈസ് ഈക്വൽ ടു HT. ഇനി നമുക്കറിയാം EI ഈസ് ഈക്വൽ ടു η1 ഇൻറ്റു HI, ER ഈസ് ഈക്വൽ ടു മൈനസ് η1 ഇൻറ്റു HR. അങ്ങനെ -1 വരാൻ കാര്യം എന്താ? ഒന്ന് ട്രാൻസ്മിറ്റഡ് വേവും ഒന്ന് റിഫ്ലക്റ്റഡ് വേവുമാണ്. അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് മൈനസ് സൈൻ ഇട്ടത്. ഇനി അതുപോലെ ET ഈസ് ഈക്വൽ ടു η2 ഇൻറ്റു HT. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ വരും? H1 പ്ലസ് HR ഈസ് ഈക്വൽ ടു HT എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെ വരും? EI ഡിവൈഡഡ് ബൈ η1 മൈനസ് ER ഡിവൈഡഡ് ബൈ η1 ഈസ് ഈക്വൽ ടു ET ഡിവൈഡഡ് ബൈ η2. ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും EI മൈനസ് ER ഈസ് ഈക്വൽ ടു η1 ഡിവൈഡഡ് ബൈ η2 ഇൻറ്റു
ഇ ടി. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്ത ഇക്വേഷനും ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്ത് ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടും 2EI ഈസ് ഈക്വൽ ടു 1 പ്ലസ് η1 ഡിവൈഡഡ് ബൈ η2 ഇൻറ്റു η t. ഇതിനെ മോഡിഫൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? ഇ ടി ഡിവൈഡഡ് ബൈ EI ഈസ് ഈക്വൽ ടു, അതിന് പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് ടോ ഈസ് ഈക്വൽ ടു 2η2 ഡിവൈഡഡ് ബൈ η1 പ്ലസ് η2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ഒബ്റ്റെയിൻ ദ ഡെറിവേഷൻ ഫോർ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് എ വേവ് റിഫ്ലക്റ്റഡ് അണ്ടർ നോർമൽ ഇൻസിഡൻസ്. അതാണ് ഈ തന്നിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് എ വേവ് വിച്ച് ഈസ് ഇൻസിഡൻറ്റ് നോർമലി അറ്റ് ദ ബൗണ്ടറി. അങ്ങനെ പറയുമ്പം വീണ്ടും ഇതേ ഇക്വേഷൻ തന്നെ η1 മൈനസ് η1 ഈസ് ഈക്വൽ ടു η1 മൈനസ് η2 ഈസ് ഈക്വൽ ടു η t. ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്യുന്നു. ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നു ഈ η1 ഡിവൈഡഡ് ബൈ η1 ഈസ് ഈക്വൽ ടു η2 മൈനസ് η1 ഡിവൈഡഡ് ബൈ η2 പ്ലസ് η1. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ t ഈസ് ഈക്വൽ ടു EI പ്ലസ് ER. ഓക്കെ, ഇ ടി ഈസ് ഈക്വൽ ടു EI പ്ലസ് ER ഇട്ട് കൊടുത്താൽ മാത്രം മതി. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു ER ബൈ EI ഈസ് ഈക്വൽ ടു η2 മൈനസ് η1 ഡിവൈഡഡ് ബൈ η2 പ്ലസ് η1. ഓക്കെ, ഇതാണ് എന്താണ് when a wave incident normally at a boundary separating two dielectric, രണ്ട് ഡയലക്ട്രിക്കുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയിൽ ഒരു വേവ് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റിൻ്റെയും ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റിൻ്റെയും എക്സ്പ്രഷനാണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ ജനറൽ നിങ്ങളോട് ചോദിക്കുകയാണ്, റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റിൻ്റെയും ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റിൻ്റെയും ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ ഇത് തന്നെ എഴുതണം. ഇനി ഈ സെയിം സംഭവം തന്നെ നോർമൽ ഇൻസിഡൻസ് അറ്റ് എ ബൗണ്ടറി, ഒരു ബൗണ്ടറിയിലോട്ട് നോർമലായിട്ട് വേവ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. പക്ഷേ ആ ബൗണ്ടറി ആരെയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു മീഡിയം 1 പെർഫെക്റ്റ് ഡൈലക്ട്രിക്കിനെയും രണ്ടാമത്തെ മീഡിയം 2 പെർഫെക്റ്റ് കണ്ടക്ടറിനെയും. ആദ്യത്തെ കേസിൽ രണ്ടും ഡൈലക്ട്രിക് ആയിരുന്നു. അപ്പോൾ പെർഫെക്റ്റ് കണ്ടക്ടർ ആകുമ്പോഴത്തേക്കും നമുക്കറിയാം സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ഡൈലക്ട്രിക് ആയിരിക്കുമ്പോൾ സിഗ്മയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി ടോയുടെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് കാര്യവും കണ്ടുപിടിച്ചിട്ടുണ്ട്. η2 മൈനസ് η1 ഡിവൈഡഡ് ബൈ η1 പ്ലസ് η2. ഇനി ഇവിടുത്തെ കേസിൽ വരുമ്പോഴത്തേക്കും മീഡിയം 2ൻ്റെ കേസിൽ ഇൻട്രിൻസിക് ഇംപിഡൻസ് η2 എന്ന് പറയുന്നത് 0 ആണ്. η2 0 ആകുമ്പോഴത്തേക്കും ടോയുടെ വാല്യൂ 0 ആവും. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ -1 ആയിട്ട് എടുക്കും. ഓക്കെ, റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ -1 ആണ്. ഈറ്റയുടെ വാല്യൂ ടോയുടെ വാല്യൂ 0 ആണ്. ഇനി നോക്കിക്കേ, മീഡിയം 1ഉം മീഡിയം 2ഉം കാണിച്ചിട്ടുണ്ട്. മീഡിയം 1ലോട്ട് ഒരു വേവ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇൻസിഡൻറ്റ് ചെയ്ത വേവ് ബൗണ്ടറിയിലെത്തുന്നു, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ ട്രാൻസ്മിറ്റഡ് വേവ് എന്ന് പറയുന്ന സാധനത്തിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസിഡൻ്റ് ആയിട്ടുള്ള ഞാൻ എക്സ് ഡയറക്ഷനിൽ ഒരു വേവിനെ ഞാൻ മുമ്പോട്ട് പറഞ്ഞു വിടുക. മുമ്പോട്ട് പറഞ്ഞു വിട്ടിട്ട് ആ വേവ് ഒരു പോയിന്റിലെത്തിയിട്ട് അതിന് വീണ്ടും അടുത്ത മീഡിയത്തിലോട്ട് കടന്നു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അടുത്ത മീഡിയത്തിലോട്ട് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ആ വേവ് എന്ത് ചെയ്യും? തിരിച്ച് അതേ ഡയറക്ഷനിൽ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്. ഞാനിപ്പോൾ HOD റൂമിൽ ഇരിക്കുകയാണ്. HOD റൂമിൽ നിന്ന് ഞാൻ സെമിനാർ ഹാളിലോട്ടൊരു വേവിനെ പറഞ്ഞു വിട്ടു. സെമിനാർ ഹാളിൽ വരെ പോയ വേവ് സെമിനാർ ഹാളിൻ്റെ വാതിൽ വരെ എത്തിയിട്ട് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ആ വേവ് തിരിച്ച് വീണ്ടും HOD റൂമിലോട്ട് വരുവാന്ന് വെക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ HOD റൂമിൽ നിന്ന് സെമിനാർ ഹാളിലോട്ടും ഒരു വേവ് പോകുന്നുണ്ട്. സെമിനാർ ഹാളിൽ നിന്ന് HOD റൂമിലോട്ടും തിരിച്ച് ഒരു വേവ് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വേവിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഏകദേശം സെയിം ആയിരിക്കും, പക്ഷേ ഫേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും. അപ്പോൾ ഇൻ എഫക്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? വേവ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാൻ പറ്റും. വേവ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു വേവ് ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്നു. ആക്ച്വലി ഒരു വേവ് HOD റൂമിൽ നിന്ന് സെമിനാർ ഹാളിലോട്ട് പോകുന്നുമുണ്ട്, മറ്റൊരു വേവ് സെമിനാർ ഹാളിൽ നിന്ന് HOD റൂമിലോട്ട് വരുന്നുമുണ്ട്. ആക്ച്വലി ഒരാൾ പോസിറ്റീവ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്, മറ്റേ ആൾ നെഗറ്റീവ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു. രണ്ടുപേരുടെയും ഫേസ് ഡിഫറൻസുമാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിമുമാണ്. പക്ഷേ അങ്ങനെ വരുമ്പം എന്താ സംഭവിക്കുന്നത്? നമ്മൾ നോക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ വ്യൂ ചെയ്യുമ്പം ആ രണ്ട് വേവും രണ്ട് വേവും കൂടെ ചേർന്നുകൊണ്ട് ഒരൊറ്റ വേവായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. ആ വേവ് സ്റ്റിൽ സ്റ്റാൻഡിങ് ആണ്, അനങ്ങാതെ ഒരേപോലെ നിൽക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വേവിന് പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് വേവ്. അപ്പോൾ സ്റ്റാൻഡിങ് വേവ് എന്താ? സ്റ്റാൻഡിങ് വേവ് ഈസ് എ വേവ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 വേവ്സ്. ആരൊക്കെയാണ്? എ ഫോർവേഡ് പ്രൊപ്പഗേറ്റിംഗ് വേവ് ആൻഡ് എ ബാക്ക്വേർഡ് പ്രൊപ്പഗേറ്റിംഗ് വേവ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് വേവ് ഓർ റിഫ്ലക്റ്റഡ് വേവ്, which together to form a
വേവ് കോൾഡ് സ്റ്റാൻഡിങ് വേവ്. ആ വേവിന് പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് വേവ് എന്ന്. അതിനകത്ത് ഇൻസിഡൻറ്റ് വേവും ഉണ്ട്, റിഫ്ലക്റ്റഡ് വേവും ഉണ്ട്. രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും സ്റ്റാൻഡിങ് വേവ് ഉണ്ടായിട്ടുണ്ട്. അത് മീഡിയം 1-ലാണുള്ളത്. അതുകൊണ്ട് നമുക്കതിനെ EIS എന്ന് പറയാം. അപ്പം EISൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ആരൊക്കെയാണ്? EI പ്ലസ് ER ആണ്. EIയുടെ വാല്യൂ എന്തോ EI e⁻⁻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 ⁻
എന്ന് പകരം മൈനസ് ഇ ഐ കൊടുക്കാം. ദെർഫോർ ദ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഇ ഐ ഇ റേസ് ടു മൈനസ് ഗാമ 1 ഇസഡ് മൈനസ് ഇ ഐ ഇ റേസ് ടു പ്ലസ് ഗാമ 1 ഇസഡ്. ഒന്ന് മൈനസും ആണ്, ഒന്ന് പ്ലസും ആണ്. ഒന്ന് പോസിറ്റീവ് ഡയറക്ഷനിലും ഒന്ന് നെഗറ്റീവ് ഡയറക്ഷനിലും. ഇനി കോമൺ ആയിട്ടുള്ള മൈനസ് ഇ ഐ എടുക്കാം. മൈനസ് ഇ ഐ എടുത്തു കഴിയുമ്പം ഇ റേസ് ടു പ്ലസ് ഗാമ 1 ഇസഡ്, കാരണം മൈനസ് ഇ ഐ എടുത്തുകൊണ്ട് ഇ റേസ് ടു മൈനസ് ഗാമ 1 ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഗാമ 1 ഇസഡ്. ഇനി ഗാമ 1 ഈസ് ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ജെ ബീറ്റ 1. ആൽഫ 1ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഗാമ 1 ഈസ് ഈക്വൽ ടു ജെ ബീറ്റ 1. അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെ വരും? ഇ ഐ എസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഐ ഇൻറ്റു ഇ റേസ് ടു ജെ ബീറ്റ 1 ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ 1 ഇസഡ്. അപ്പോൾ ഇ റേസ് ടു ജെ ബീറ്റ 1 ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ 1 ഇസഡിന് ഇസ് ഈക്വൽ ടു എന്തെഴുതാം? 2j സൈൻ ബീറ്റ 1 ഇസഡ്. ഇത് മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുക. കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇ ഐയുടെ വാല്യൂ E0 ആയിരിക്കും. അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെ വരും? ഇ ഐ എസ് ഇസ് ഈക്വൽ ടു മൈനസ് 2j E0 സൈൻ ബീറ്റ 1 ഇസഡ് എ എക്സ്. ഇതിനകത്തുനിന്ന് റിയൽ ആയിട്ടുള്ള വാല്യൂസ് മാത്രം എടുക്കുക. റിയൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ജെ അങ്ങ് മാറ്റി നിർത്തുക. ജെ മാറ്റി നിർത്തി കഴിയുമ്പോഴത്തേക്കും E1ൻ്റെ വാല്യൂ എന്ത് വരും? E1 ഇസ് ഈക്വൽ ടു 2EI. 2EI എന്നും കൊടുക്കാം, E0 എന്നും കൊടുക്കാം. 2EI സൈൻ ബീറ്റ 1 ഇസഡ് അല്ലേ? സൈൻ ബീറ്റ 1 ഇസഡ് വന്നിട്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി വരും. ഇൻറ്റു സൈൻ ഒമേഗ ടി. ആ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ? സൈൻ ഒമേഗ ടി വന്നത് റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ടി. ഓക്കെ, ഇ ഐ ഈസ് ഈക്വൽ ടു 2EI സൈൻ ബീറ്റ ഇസഡ് ഇൻറ്റു വേവ് അല്ലേ? വേവിന് ഇ റേസ് ടു ജെ ഒമേഗ ടി ഉണ്ട്. ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുമ്പം സൈൻ ഒമേഗ ടി മൈനസ് കോസ് ജെ ഒമേഗ ടി ആണ്. ജെ എലിമിനേറ്റ് ചെയ്യുമ്പം സൈൻ ഒമേഗ ടി മാത്രം കിട്ടും. ആ ഒമേഗ ടി ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇ ഐ ഈസ് ഈക്വൽ ടു 2EI സൈൻ ബീറ്റ 1 ഇസഡ് സൈൻ ഒമേഗ ടി. അപ്പോൾ അതിനകത്ത് നിന്ന് എച്ചിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി എച്ച് ഈസ് ഈക്വൽ ടു 2EI ഡിവൈഡഡ് ബൈ ഈറ്റ ഇൻറ്റു കോസ് ബീറ്റ 1 ഇസഡ് കോസ് ഒമേഗ ടി. കാണാതെ പഠിക്കുക, കാരണം ഫേസ് ആംഗിളൊക്കെ വെച്ച് നമ്മൾ മീൻസ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഒക്കെ ഇട്ട് കൊടുത്താണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. തൽക്കാലം ആ ഇക്വേഷൻ മാത്രം കാണാൻ പഠിക്കുക. ഇനി ഈ സ്റ്റാൻഡിങ് വേവ് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും ഈ വേവ് എന്ന് പറയുന്നത് എന്താ? വേവിൻ്റെ ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് വേവ്. അപ്പോൾ ഇവിടെ എന്താണ്? വേവിന് മാക്സിമം പോയിൻറ്റും ഉണ്ട്, മിനിമം പോയിൻറ്റും ഉണ്ട്. ഈ മാക്സിമം പോയിൻറ്റും ഈ മിനിമം പോയിൻറ്റും കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ ഇസഡ് ഇത് ഇത്രയും മാത്രം പഠിക്കുക. ബീറ്റ 1 ഇസഡ് ഈസ് ഈക്വൽ ടു എൻ പൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എൻ പൈ ഡിവൈഡഡ് ബൈ അതിന് മുകളിലുള്ള ഇക്വേഷൻസ്, അതായത് ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ 2 ഇക്വേഷൻ ഉണ്ട്. ആ 2 ഇക്വേഷനും അങ്ങ് ജസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക. പഠിക്കണമെന്നില്ല, കാരണം ഞാൻ ഡെറിവേഷൻസ് മാക്സിമം ചെറുതാക്കി തരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ബീറ്റ 1 ഇൻറ്റു ഇസഡ് ഈസ് ഈക്വൽ ടു എൻ പൈ. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു എൻ പൈ ഡിവൈഡഡ് ബൈ ബീറ്റ 1. അങ്ങനെ ആണെങ്കിൽ ബീറ്റ 1 ഈസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ എന്താണ്? ലാംഡയാണ് ബീറ്റയുടെ വാല്യൂ. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എൻ ലാംഡ 1 ഡിവൈഡഡ് ബൈ 2. അതാണ് ഇസഡ് മിനിമം. ഇസഡ് മാക്സിമം ഇസ് ഈക്വൽ ടു, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇസഡ് മാക്സിമം ഇസ് ഈക്വൽ ടു മൈനസ് എൻ ലാംഡ 1 ഡിവൈഡഡ് ബൈ 2. അതുപോലെ മാക്സിമം വാല്യൂ ഓഫ് ഇ ഒക്കർ അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ക്യാൻ ബി മെയിൻലി മിനിമം വാല്യൂ ക്യാൻ ബി ഒക്കർ അറ്റ് ബീറ്റ 1 ഇസഡ് മിനിമം ഇസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2. അവിടെ ഇസഡ് മിനിമം ഇസ് ഈക്വൽ ടു മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 2 ബീറ്റ 1. ഓക്കെ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് നോട്ട് എഴുതിയതിനകത്ത് വന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് ഇ ഐ ആണ്. ആ മാക്സിമം വാല്യൂ അല്ല, അവിടെ മിനിമം വാല്യൂ. ഓക്കെ, അവിടെ മിനിമം വാല്യൂ എന്ന് എഴുതണം. അതുപോലെ നിങ്ങളുടെ ഏറ്റവും ടോപ്പ് പോർഷനിൽ ഒരു മിനിമം വാല്യൂ ഓഫ് ഇ എന്നുണ്ട്, അവിടെ മാക്സിമം ആക്കണം. ഓക്കെ, ഈ മാക്സിമവും മിനിമവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അത്രയേ ഉള്ളൂ പറയുന്നത്. ഇവിടെ മിനിമം ആക്കണം, ഇവിടെ മാക്സിമം ആക്കണം, ഇവിടെ മിനിമം ആക്കണം. അത്രയേ ഉള്ളൂ പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പം ഇത്രയും കൊണ്ട് തൽക്കാലം ഇത്രയും പോർഷൻ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലെടുക്കാം. നോക്കിയിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.